നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾ കാത്തിരിക്കുന്ന ആള് ഇനി തിരിച്ചു വരുമോ? ഈ വ്യക്തി നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ കാത്തിരിക്കുന്ന ആള് തിരിച്ചു വരുമോ? അതുപോലെ നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, നമോ നമ ശിവായ, ഓം 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 നമ ശിവായ. ഭഗവാനെ, ഒരു കാർഡ് ഓൾറെഡി വീണ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും കാർഡ് നിങ്ങൾക്ക് വേണ്ടി വരാനുണ്ടോ എന്ന് നോക്കാം. ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റുള്ളവരോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ നമ്മൾ വേറൊരാളുമായിട്ട് ബന്ധത്തിലാണെങ്കിൽ, നമ്മൾക്ക് ഭർത്താവും കുട്ടികളും അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ഉണ്ട്. ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ഇപ്പൊ നോ കോണ്ടാക്റ്റിലാണ്, ഭാര്യയും ഭർത്താവും അല്ല, നിങ്ങൾ കാത്തിരിക്കുന്ന ആളും. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും കുട്ടിയെയും അല്ലെങ്കിൽ ഭർത്താവിനെയും കുട്ടികളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നോക്കാനുള്ള സമയമില്ല. കാരണം ഈ ഒരു ആളുടെ ഒരു കോൺസെൻട്രേഷനിലാണ് നിങ്ങൾ. ഇയാൾ വരുമോ എന്ന കാര്യം. നിങ്ങൾ ദിനചര്യകൾ ഒരു യാന്ത്രികമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. പല്ല് തേക്കുന്ന, ബ്രഷ് ചെയ്യുന്ന, എന്തൊക്കെയോ കഴിക്കുന്ന, എന്തൊക്കെയോ എടുത്ത് കൊടുത്ത് ഓഫീസിൽ പോകുന്ന, ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ദിനചര്യ. ഇത് പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ജീവിക്കുക. പോയ ആള് വേണമെങ്കിൽ തിരിച്ചു വരും. പക്ഷെ അയാൾ നിങ്ങളെക്കുറിച്ച് ഇതുപോലെ ചിന്തിക്കുന്നുണ്ടോ? അയാൾക്ക് സങ്കടമുണ്ടോ? അയാൾ കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുമുള്ളവർ, നിങ്ങളെ കാത്തിരിക്കുന്നവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയ ഒരാൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ആ ഒരാൾക്ക് വേണ്ടി വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ആ ആൾക്ക് വേണ്ടി നിങ്ങൾ ചുറ്റുമുള്ളവരെ എന്തോരം വേദനിപ്പിക്കുന്നുണ്ട്. ഒരു കർമ്മമാണത്. കർമ്മത്തിന്റെ ഫലം വരുമോ, പണി കിട്ടുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. സ്വാർത്ഥത ഒരു പരിധി വരെ ആവാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു തലവേദനയായി മാറും. അപ്പൊ ഇതാണ്, സെൽഫ് കെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവര്, നിങ്ങളെ ചുറ്റുമുള്ളവര്, നിങ്ങളെ കൈവെടിയാത്തവർക്ക് വേണ്ടി ജീവിക്കണം എന്നതാണ് സെൽഫ് കെയർ കാണിക്കുന്നത്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോ എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഞാനിവിടെ 3 ഓഫ് സ്വേർഡ്സ് കണ്ടു. അത് നിങ്ങളുടെ എനർജിയാണിത്. 10 ഓഫ് സ്വേർഡ്സ് കണ്ടു. അതും കൊള്ളൂലാത്ത എനർജിയാണ്. പക്ഷെ അത് റിവേഴ്സ് ആണ്. ഇത് കഴിഞ്ഞു പോയ കാര്യമല്ലേ? ഇത്രയും വർഷമായിട്ട് നിങ്ങൾ എന്തിന് കാത്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അയാളുടെ അവസ്ഥ, ഇയാള് ചെയ്ത കർമ്മത്തിന് ഫലം കിട്ടിക്കൊണ്ടിരിക്കുക. ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് ആണ്. ഈ വ്യക്തി ചെയ്ത കാര്യങ്ങൾക്ക് ഈ വ്യക്തിക്ക് ഫലം കിട്ടി, കർമ്മഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ഈ വ്യക്തി എപ്പോഴും എന്ത് തെറ്റ് ചെയ്താലും അതിനെക്കുറിച്ച് അതിനെ ചിന്തിക്കാറില്ല. ആരെയൊക്കെ വേദനിപ്പിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ സ്നേഹിക്കാൻ. ഇപ്പൊ നിങ്ങൾ ഈ വ്യക്തിയോട്, ഞാൻ നിങ്ങളെ ഇത്രയധികം സ്നേഹിച്ചില്ല, എന്നിട്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയുക, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ എന്നെ സ്നേഹിക്കാനായിട്ട് എന്ന ഒരു ചോദ്യം. അത് വളരെ സെൽഫിഷായ, വളരെ ദുഷ്ടത്തരമുള്ള ഒരു ചോദ്യമാണത്. മനസ്സിലായി? നിങ്ങൾ ഒന്നുമല്ലാതെ ആക്കുന്നതാണ് ആ ചോദ്യം. അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങളോട് മാത്രമല്ല, പലരോടും ഈ ചോദ്യം ചോദിച്ചിട്ടുള്ള എനർജിയാണത്. ഒരു ഗിൽറ്റി ഫീലിംഗും ഇല്ലാത്ത ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ ഇങ്ങനെയെന്ന്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വളരെ സില്ലി ആയിട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ, വളരെ സില്ലി ആയിട്ട്, ഇതൊരു കുറ്റകൃത്യം തന്നെയാണ്, മറ്റുള്ളവരുടെ ജീവൻ നശിപ്പിക്കുക എന്നുള്ളത്. ആ വളരെ സില്ലി ആയിട്ട് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യുന്നത്, അയ്യോ എനിക്ക് അതിലൊരു കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞ് പെരുമാറുന്ന, എനിക്ക് 2 വീക്ക് കൊടുക്കാൻ തോന്നുന്ന ഒരു വല്ലാത്തൊരു വൃത്തികെട്ട എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ഒരു എനർജിയാണ്. വളരെയധികം കള്ളത്തരങ്ങൾ പറയുന്ന, മുഖത്ത് നോക്കി നുണ പറയാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തി. ലീബ്ര സോഡിയാക് സൈൻ ആണ്. ലീബ്ര സോഡിയാക് സൈന്റെ എല്ലാ നെഗറ്റീവ് ക്വാളിറ്റീസും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഒരു കുറ്റബോധം ഇല്ലാതെ അതിനെന്താ കഴിഞ്ഞില്ലേ, അത് പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന, പിന്നെയും പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് പറയുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്.
ഒട്ടും കൊള്ളാത്ത ഒരു എനർജിയാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കാത്തിരിക്കുന്നത്? ഭഗവാനെ. എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഇത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഇവര് പുതിയൊരു സിറ്റുവേഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ നല്ല ആരൊക്കെ പണി കൊടുക്കാൻ ഇവരെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഇതുപോലെ തന്നെ ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് ഇവരുടെ പൊട്ടത്തരം കൊണ്ട് നശിപ്പിച്ചെടുത്തു. ചിലപ്പോൾ കുറെ പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവര് ഈ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരും, മനസ്സിലായോ? എന്നിട്ട് അതിനകത്ത് ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ പൈസ മുഴുവൻ നഷ്ടത്തിലാക്കും. അപ്പൊ ഇങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്തിട്ട് നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കേസുകളുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റിസ് വന്നതും. കർമ്മഫലം കേസുകളുണ്ട് ഈ വ്യക്തിയുടെ പേരിൽ. നാട്ടുകാർ ഈ വ്യക്തിയെ ഓടിച്ചിട്ട് അടിക്കുന്നുണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും. വളരെയധികം ദേഷ്യമാണ്. ചുറ്റുമുള്ളവർക്ക് ഈ വ്യക്തിയെ കണ്ടുകൂടാ, ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഈ വ്യക്തിയെ കണ്ടുകൂടാന്നാണ് പറയുന്നത്. നമ്മൾ ഒരു സിനിമയിൽ ഒരു സീൻ കണ്ടു. സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, പണിയാവൂന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ സിനിമയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരാള് പുറത്ത് പോയിട്ട്, അയാള് ദുബായിൽ പോയിട്ട് അയാൾ 2 വർഷം അവിടെ നിന്നിട്ട് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപയും കൊണ്ട് ആള് വന്നിട്ട് വലിയൊരു വീടൊക്കെ വെക്കും. പക്ഷെ അപ്പോഴേക്കും അയാൾ മരിച്ചു പോകുന്നു. അപ്പോ ഇയാളെ അന്വേഷിച്ച്, കഥ വേറെയാണ്, ഒരാള് വരുന്നത്. അപ്പൊ പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇയാൾ അവിടെ പോയിട്ട് കൊള്ളയടിക്കുകയാണ് ഒരു വീട്. ഇഷ്ടംപോലെ പൈസ ഉള്ള ഒരാളുടെ വീട്ടിൽ കൊള്ളയടിച്ചിട്ട് അയാളുടെ ഭാര്യയെ, ഗർഭിണിയായ ഭാര്യയെ അടിച്ചു കൊല്ലുകയാണ്. അങ്ങനെയാണ് ആ ഭർത്താവ് അന്വേഷിച്ച് വരുന്നത്. അങ്ങനെയാണ് കഥകൾ നമ്മൾ അറിയാനിടയാവുന്നത്. അപ്പോ ഈ വ്യക്തി, നിങ്ങളുടെ ഈ കാണിക്കുന്ന വ്യക്തി ഒരു കുറ്റബോധവും ഇല്ലാതെ, അപ്പൊ ഈ വ്യക്തി ആ സിനിമയിലുള്ള വ്യക്തി ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അയാളുടെ അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്, അവരുടെ നല്ലത്. പക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിച്ച്, മറ്റുള്ളവരെ വേദനിപ്പിച്ച്, മറ്റുള്ളവരെ കൊന്നിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സാധനവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നമുക്ക് ഒരു സന്തോഷവും കിട്ടില്ല എന്നൊരു ബോധം ഈ വ്യക്തിക്കില്ല. മനസ്സിലായി? ഈ വ്യക്തി താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി വലിയ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എനിക്ക് അങ്ങനെ വേണം, ലക്ഷറി ആണ് എനിക്ക് അങ്ങനെ. പക്ഷെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ഉണ്ടെങ്കിലും ആ നിമിഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു എനർജി മാത്രമാണ് ഈ വ്യക്തി. മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പൊ ഈ വ്യക്തിക്ക് നല്ലോണം പണി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പൈസയുടെ കാര്യത്തിനാണ് ഈ വ്യക്തിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ലോണം അടി കിട്ടുന്നുണ്ട്. ഇവിടെയും ഇതുപോലെ, അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ നാട്ടുകാരെ അടുത്തിട്ട് ഇടിച്ചു എന്നാണ് പറയുന്നത്. നല്ല അടിയാണ് കിട്ടുന്നത്. വേണ്ടതാണ്, ആരെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്താ പറയുന്നത്? 9 ഓഫ് വാൻഡ്സ് ആണ് പറയുന്നത്. 9 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇങ്ങനെ ഒരു എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ആരെയൊക്കെ ഉപദ്രവിച്ചെങ്കിലും ഒരു മറയുടെ ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങോട്ട് അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ യെസ് ആണ് പറയുന്നത്. പക്ഷെ ഈ വ്യക്തിയുടെ തെറ്റാണ്, നിങ്ങളോട് ചെയ്തത് തെറ്റാണ് എന്നൊരു ബോധം, അല്ലെങ്കിൽ അതൊരു ആക്സെപ്റ്റൻസ് ഈ വ്യക്തി ചെയ്യുന്നില്ല. ഈ വ്യക്തി നോക്ക്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കുന്നതിന്റെ ഇടയിൽ എങ്ങോട്ട് പോകണമെന്നൊരു ചിന്തയിലാണ് ഈ വ്യക്തി നിങ്ങളെ ഓർക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ വ്യക്തി നോക്ക്, ഇവിടെ ഒരു മറ നിർത്തിയിട്ട് ഇവിടെ ഒളിച്ചിരിക്കുകയാണ് വ്യക്തി. നാട്ടുകാരിൽ നിന്ന് ഒളിച്ചിരിക്കുകയാണ് ഈ വ്യക്തി. മിക്കവാറും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഈ വ്യക്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട്. അപ്പോ ഈ വ്യക്തി ഇപ്പോ ഒളിച്ചിരിക്കുകയാണ്, നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമാകും. ഇതുവരെ കണ്ട റീഡിങ് നിങ്ങൾക്ക് ഒന്നുമല്ല. ഈ ഒരു ചോദ്യം, എന്നെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. യെസ്. ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരും. ഓരോരുത്തരുടെ യോഗം. നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ടോ? വരുമോ? നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറയും. നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ? വരുമോ തിരിച്ച്? യെസ് എന്ന കാർഡ് റിവേഴ്സ് ആണ്. പക്ഷെ ഈ വ്യക്തി വരുന്നത് എന്തിനാണ് വരുന്നത്? വരും. എന്തിനാണ് വരുന്നത്? ചിലപ്പോൾ 2 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വരുന്നതാണ് പറയുന്നത്. എന്തിനാണ് വരുന്നത്? ഈ വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങള് നടത്തിയെടുക്കാൻ വേണ്ടി, പേഴ്സണൽ ഗോൾ ആണ് പറയുന്നത്. ഈ വ്യക്തിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത, മറ്റുള്ളവർക്ക് ഒരു നന്മയും ചെയ്യാത്ത ഒരു എനർജിയാണ്. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. വരുന്നത് എന്തിനാണ്? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞു. സ്ത്രീ ആയാലും പുരുഷൻ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ജീവിക്കുന്ന ആളാണ്. പക്ഷെ ഈ വ്യക്തിക്ക് പേഴ്സണൽ ആയിട്ട് ഗോൾ ഉണ്ട്. ഭക്ഷണം കഴിക്കണം, താമസ സൗകര്യം വേണം, അന്നന്നത്തെ കാര്യം നടക്കണം, അതിനുള്ള പൈസ ഒപ്പിക്കണം, പിന്നെ വേറെ പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒപ്പിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു ചിന്തയിലുള്ള ഒരു എനർജിയാണ്. വളരെ നെഗറ്റീവായ ഒരു എനർജിയാണ്. എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ എന്നാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇവിടെ സ്ട്രോങ് ആയിട്ട് ആകെ ലീബ്ര മാത്രമേ വന്നിട്ടുള്ളൂ.
വേറെ ആരും ഇത് കണ്ടില്ല. Okay, നോക്കട്ടെ. എന്താണ് ഗൈഡൻസ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? ലീബ്രാസ് അങ്ങനെ അത്ര ദുഷിച്ച എനർജീസ് അല്ല. പക്ഷെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സിനും നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ചെലുത്താനുമുണ്ട്, ദൈവമുണ്ട്, അല്ലെ? അപ്പോ ചില സമയത്ത് ചില ജനനത്തില് ചില പ്ലാനറ്റ്സ്, ഇപ്പം സോഡിയാക് സൈൻ ഞാൻ പറയുന്നത്, അപ്പൊ ചില സൂര്യന്റെ ആ ഒരു ദൃഷ്ടിയില് വേറൊരാള് വന്നാല് അതൊരു നെഗറ്റീവായിട്ട് വരും എന്നൊക്കെ നിങ്ങൾ ഈ ജാതകമൊക്കെ വായിക്കുന്നത് കേട്ടിട്ടില്ലേ? അയാളുടെ ദൃഷ്ടി ഇങ്ങോട്ടാണ്, സൂര്യന്റെ ദൃഷ്ടി ഇങ്ങോട്ടാണ്, ചൊവ്വയുടെ ദൃഷ്ടി അങ്ങോട്ടാണ്, നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, ശുക്രനെ ഇതല്ല, ഞാൻ ഇങ്ങനെ വെറുതെ എക്സാമ്പിൾ പറഞ്ഞ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ സമയത്ത് ജനിക്കുന്നത് വളരെ നെഗറ്റീവ്. പോസിറ്റീവായ സോഡിയാക് സൈൻ ആണെങ്കിലും ആ ദൃഷ്ടി ദോഷങ്ങൾ കൊണ്ട് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയിലാണ് അവർ ജനിക്കുന്നത്. അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തം നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്യുന്നത്, നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റുകളല്ലേ. എത്രയോ ഈ എന്താ പറയാ, ഒരു കഥയില് ഇതേതാണത്, തലയോട്ടി ഇട്ടുന്ന ഒരു കൊള്ളക്കാരനാണ്, ഭയങ്കര ദുഷ്ടനാണ്. അവസാനം അയാള് അങ്കുലി മാല, ആൾക്കാരുടെ വിരലില്ലേ, അങ്കുലി, ഈ വിരല് ഏത് വിരലോ, കൊന്നുകളയുന്നവരുടെ വിരല് മാലയായിട്ടിടുന്ന ഒരു ആള്. കഥയാണ്, മിത്തോളജിയാണ്. അതിനകത്ത് അത്രയും ദുഷ്ടനായ, കൊന്നു കളയുന്നവരുടെ ഒരു ട്രോഫി ആയിട്ട് അവരുടെ അവയവങ്ങൾ മുറിച്ചെടുക്കുന്ന ഒരാൾ. എന്തൊരു ദുഷ്ടത്തരം, സീരിയൽ കില്ലേഴ്സ് പോലത്തെ ഒരു സാധനം. പണ്ടത്തെ കാര്യം പറയുന്നത്. അതിന് മനംമാറ്റം വന്നത് വലിയൊരു സന്യാസി ആയിട്ട് മാറുന്ന ഒരു കഥയുണ്ട്. അപ്പൊ നമ്മൾ തെറ്റുകൾ തിരിച്ചറിഞ്ഞാല് നമ്മൾ മാറണം. അതിനാണ് ദൈവം നമുക്ക് ജീവിതം തന്നിരിക്കുന്നത്. നമുക്കൊരു കാലാവധി ഉണ്ട്, അതിനുള്ളിൽ നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തണം. അത് നമ്മൾക്ക് ബോധം വരണം, മനസ്സിലായോ? അപ്പൊ ഈ വ്യക്തി അങ്ങനെയുള്ള ഒരാളെ അല്ല എന്നാണ് പറയുന്നത്. ഈ വ്യക്തി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് പറഞ്ഞത്. നിങ്ങളോട് ദൈവമേ, നിങ്ങളൊരു ഭാര്യയും കുട്ടിയും അല്ലെങ്കിൽ ഭർത്താവും കുട്ടിയുമായിട്ട് ഇരിക്കുന്ന ഒരു ആളാണ്. സ്ഥലം വിട്ടോ എന്നാണ് പറയുന്നത്, നാട് വിട്ടോളാം എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാല് മനസ്സിലായോ? ദേ നോക്ക്, ഇയാള് ഒരു വഞ്ചിയില് ഭാര്യയും കുട്ടികളും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവും കുട്ടികളും എല്ലാമായിട്ട് സ്ഥലം വിടുകയാണ്. ആ വ്യക്തി തിരിച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് ഈ സ്ഥലം കാലിയാക്കണം, കാരണം നല്ലതിനല്ല വരുന്നത്, ഒരു റീകൺസിലിയേഷൻ ആണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഇപ്പൊ ജീവിതത്തിലെ ആളുമായിട്ട് റീകൺസിലിയേറ്റ് ചെയ്ത് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ വ്യക്തിയാണ് നിങ്ങളുടെ അത്താണി. വേറെ ആരെയും കൊണ്ടും നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ റീകൺസിൽ ചെയ്യുക. നിങ്ങൾ മനസ്സുകൊണ്ട് ഈ വ്യക്തിയെ ഇഷ്ടപ്പെടാത്തത് മറ്റേ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടുക. നിങ്ങളുടെ വ്യക്തി, സ്ത്രീയോ പുരുഷനോ, ആ ഒരു ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകണം. വെറുതെ ഈ വയ്യാവേലിയൊക്കെ തലയിലെടുത്ത് വെച്ച് ഉള്ളതും കൂടെ കളയരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആർക്കറിയാം. സ്കോർപ്പിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഭഗവാനെ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. സെൽഫ് കെയർ എപ്പോഴും ആലോചിക്കുക. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ.